എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അർജുൻ, സൈറസ് MM ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. ഈ വേനൽ അവധിക്കാലത്ത് കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഒന്നാമത്തെ കാര്യം, കുട്ടികളിൽ എങ്ങനെ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം നമുക്ക് നോക്കാം. അതായത് ജലാംശം നിലനിർത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ധാരാളം വെള്ളം കുടിക്കണം. ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഒരു കുട്ടി എത്ര വെള്ളം കുടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് നോക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ഒരു 10 കിലോഗ്രാം വെയിറ്റുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 750 ml മുതൽ 1 ലിറ്റർ വരെ വെള്ളം കൊടുക്കാവുന്നതാണ് ഒരു ദിവസം. ഇത് ടോട്ടൽ ഫ്ലൂയിഡ് ഇൻടേക്കിൻ്റെ ആണ് പറയുന്നത്. വെള്ളം മാത്രമല്ല, വെള്ളമാവാം, ജ്യൂസ് ആവാം, പാലാവാം, ടോട്ടൽ ഫ്ലൂയിഡ് ഇൻടേക്ക് 1 ലിറ്റർ വരെയാണ് നമ്മൾ പറയുന്നത്. അതിപ്പോൾ ഒരു 15 കിലോഗ്രാം വെയിറ്റ് ഉള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് പറയാം 1 ലിറ്റർ മുതൽ 1.2 ലിറ്റർ വരെ നമുക്ക് കുടിക്കാവുന്നത്. 20 കിലോഗ്രാം വെയിറ്റുള്ള കുട്ടിയാണെങ്കിൽ 1.5 ലിറ്ററോളം വെള്ളം വരെ കുടിക്കാവുന്നതാണ്. ഈ 1.5 ലിറ്റർ വെള്ളം നമുക്ക് വെള്ളമായിട്ടും ജ്യൂസായിട്ടും പാലായിട്ടും എല്ലാം കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിനാണ് നമ്മൾ ഡെയിലി ഫ്ലൂയിഡ് ഇൻടേക്ക് എന്ന് പറയുന്നത്. വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയ ലൈം ജ്യൂസ് കൊടുക്കാം, ഇളനീര് വെള്ളം കൊടുക്കാം, കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കൊടുക്കാം. സോ ഇങ്ങനെയെല്ലാം കൊടുത്തിട്ട് നമുക്ക് അവർ ഡെയിലി ഫ്ലൂയിഡ് ഇൻടേക്ക് ഈ പറഞ്ഞ അളവിലേക്ക് എത്തിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് മെഷർമെൻറ്റ്സ് എഴുതിയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് അവൈലബിൾ ആണ്. സോ നമുക്ക് 1 ലിറ്റർ വെള്ളം ഒരു വാട്ടർ ബോട്ടിൽ നിറച്ച് ഡൈനിങ് ടേബിളിൽ വെച്ചാൽ അമ്മമാർക്ക് ശ്രദ്ധിക്കാൻ പറ്റാവുന്നതാണ്. കുട്ടി എത്ര കുടിക്കുന്നുണ്ട്, എത്ര നമ്മൾ കൊടുത്തു എന്നൊക്കെയുള്ളത് ശ്രദ്ധിക്കാവുന്നത്. ഇങ്ങനെ നമുക്ക് ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി 6 മാസത്തിൽ താഴെ പ്രായം വരുന്ന കുഞ്ഞുങ്ങൾക്ക്, അതായത് അമ്മയുടെ പാല് കുടിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വേറെ വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അമ്മമാർ നന്നായി പാല് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. മൂത്രം ധാരാളം ഒഴിക്കുന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. സോ ഇങ്ങനെ ഓവറോൾ ഡെയിലി ഫ്ലൂയിഡ് ഇൻടേക്ക് നമ്മൾ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ ഡീഹൈഡ്രേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ജലാംശം നമുക്ക് നിലനിർത്താൻ പറ്റുന്നതാണ്. ഈ ഡീഹൈഡ്രേഷൻ വന്നാൽ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് ഫങ്ഷൻസിനൊക്കെ എഫക്റ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാം, മൂത്രം ഒഴിക്കുന്നത് കുറയാം, കുട്ടികളിൽ തളർച്ച അനുഭവപ്പെടാം. സോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ഈ ഡീഹൈഡ്രേഷൻ വന്നാൽ.